ഹായ്, ഞാൻ ഡോക്ടർ അപർണ, കൺസൾട്ടൻറ്റ് ENT അറ്റ് നിതിൻസ് പൾമോകെയർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് BPPV അഥവാ ബിനൈൻ പെറോക്സിസ്മൽ പൊസിഷണൽ വെർട്ടൈഗോയെ കുറിച്ചാണ്. എന്താണ് BPPV? നമുക്കറിയാലോ, ചെവി എന്ന് പറയുന്നത് നമ്മൾക്ക് കേൾവിക്ക് മാത്രമുള്ളതല്ല, നമ്മുടെ ബാലൻസിനും കൂടെ സഹായിക്കുന്ന ഒരു അവയവമാണ്. ചെവിയെ നമ്മൾ 3 ഭാഗമായിട്ടാണ് വേർതിരിച്ചിരിക്കുന്നത്: എക്സ്റ്റേണൽ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഈ ഇന്നർ ഇയറിൽ നമ്മളെ ബാലൻസിനെ സഹായിക്കുന്ന ചെറിയ ചെറിയ ക്രിസ്റ്റലുകളുണ്ട്. ഈ ക്രിസ്റ്റലിൻ്റെ സ്ഥാനം അവിടെ നിന്ന് മാറുകയും ഈ ഇന്നർ ഇയർ ഫ്ലൂയിഡിൽ അതിൽ തെന്നി വയ്ക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ബാലൻസ് പ്രശ്നം ഉണ്ടാവുന്നത്. പ്രധാനമായും ബാധിക്കുന്നത് 50-നും 70-നും വയസ്സിനിടയ്ക്കുള്ള ആളുകളിലാണ് പ്രധാനമായി ഇത് കണ്ടുവരുന്നത്. എന്നിരുന്നാൽ കൂടി ഇത് ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഈ ബുദ്ധിമുട്ട് വരാവുന്നതാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട രോഗലക്ഷണങ്ങൾ എന്ന് പറയുന്നത് തലകറക്കം, അതായത് തലയുടെ പൊസിഷൻ മാറുന്നതിനനുസരിച്ച് തലകറക്കം വരിക. ഇത് പൊതുവെ 1-2 മിനിറ്റിനുള്ളിൽ ലാസ്റ്റ് ചെയ്യുന്ന തലകറക്കമായിരിക്കും. ഛർദി, ഇതൊക്കെയാണ് ഇത് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സിംറ്റംസ്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റും ഉണ്ട്, ചില മെനുവേഴ്സ്, കറക്ഷൻ മെനുവേഴ്സും ഉണ്ട്. അതായത് കറക്ഷൻ മെനുവേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെവിയുടെ ഉള്ളിൽ നിന്ന് സ്ഥാനം തെറ്റിപ്പോയ ആ ഒരു ക്രിസ്റ്റൽസിനെ തിരിച്ച് റീപൊസിഷൻ ചെയ്യുന്ന ചില മെനുവേഴ്സ്. ഇത് പ്രധാനമായും നമ്മൾ ആ തലകറക്കം ഉള്ള ടൈമിലായിരിക്കും ചെയ്യുക. പിന്നെ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ഈ ലാബ്രിന്തൈൻ സെഡേറ്റീവ്സ്, ഹിസ്റ്റമീൻ അനലോഗ്സ് പോലുള്ള മരുന്നുകളും നമുക്കിതിന് കൊടുക്കാവുന്നതാണ്. ബാലൻസ് പ്രശ്നമുള്ള ആളുകൾ ഡേ ടു ഡേ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. പ്രധാനമായിട്ടും രാവിലെയാണ് അധികം ആളുകളിലും ഈ ബുദ്ധിമുട്ട് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ ഉറക്കമുണരുമ്പോൾ സാവധാനം എഴുന്നേറ്റിരുന്ന് ഒരു 5 മിനിറ്റ് ഇരുന്നതിന് ശേഷം മാത്രം ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക. ഈ ബുദ്ധിമുട്ട് വരുന്ന ആളുകൾ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞു നോക്കുകയോ കുഞ്ഞു സാധനങ്ങൾ എടുക്കുകയോ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ഇത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക വെസ്റ്റിബുലർ റീഹാബിലിറ്റേഷൻ എക്സസൈസ്. അതായത് നമ്മുടെ ചെവിയിലുള്ള ഈ ഒരു ഈ ക്രിസ്റ്റൽസിനെ നമുക്ക് ശക്തിപ്പെടുത്തുന്നതിനുള്ള കുറച്ച് എക്സസൈസുകളും അവൈലബിൾ ആണ്. അത് റെഗുലർലി ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരാണ്ട് നോക്കാൻ പറ്റും. ഓക്കെ, ഈ BPPV ഉള്ള ആളുകൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? അതായത് വീണ്ടും വീണ്ടും വരാണ്ടിരിക്കാൻ എന്തൊക്കെ കാരണങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ BPPV ഉള്ള ആളുകൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അത് വീണ്ടും വീണ്ടും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് പ്രധാനമായിട്ടും അധിക ആളുകളിലും ഈ രോഗലക്ഷണം തുടങ്ങുന്നത് രാവിലെ ഉറക്കം ഉണരുന്ന ആ ഒരു സമയത്തായിരിക്കും. അപ്പോൾ എപ്പോഴും ഉറക്കം ഉണരുമ്പോൾ സാവധാനം എഴുന്നേറ്റിരുന്നതിന് മാത്രം ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോവുക. പിന്നെ അതുപോലെ തന്നെ പെട്ടെന്ന് കുനിഞ്ഞ് സാധനം എടുക്കുന്നത് ഒഴിവാക്കുക, വെട്ടിത്തിരിഞ്ഞ് നോക്കുന്നത് ഒഴിവാക്കുക. അതുപോലെ തന്നെ ഇടത്തോട്ടോ വലത്തോട്ടോ ചെരിഞ്ഞ് കിടക്കുമ്പോൾ സാവധാനം മാത്രം ചെരിയുക. ഇതൊക്കെ ചെയ്യുന്നത് വഴി ഒരു പരിധി വരെ നമുക്ക് ഈ പെട്ടെന്നുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുവാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ ചെയ്യേണ്ടത് വെസ്റ്റിബുലർ റീഹാബിലിറ്റേഷൻ വ്യായാമങ്ങൾ. അതായത് നമ്മുടെ ഈ ക്രിസ്റ്റൽസിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കുറച്ച് എക്സസൈസുകൾ ഉണ്ട്. അത് റെഗുലർലി ചെയ്യുന്നത് വഴി ഒരു പരിധി വരെ നമുക്ക് ഈ ബുദ്ധിമുട്ട് വരാണ്ടിരിക്കാൻ നോക്കാവുന്നതാണ്.